ഓക്കെ, ഇതോടുകൂടി ഗെറ്റ് എലമെന്റ് ബൈ ഐഡിയുടെ ഒരു ഇത് ഞാൻ നമ്മളപ്പോ എന്താ പറയുന്നത്, ഫങ്ഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ 3-4 അറിയാവുന്ന സാധനം വെച്ചായിരിക്കും ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ h1 ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഫംഗ്ഷൻ വരും. ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഗെറ്റ് കൊടുക്കുമെങ്കിൽ തന്നെ ഇത്രയും ഗെറ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ വളരെ കുറച്ച് ഗെറ്റിനെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. മൊത്തം അതുകൊണ്ട് കവർ ചെയ്യാൻ നിന്ന സാധനം തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളായിരിക്കും കവർ ചെയ്യുന്നത് ആസ് യൂഷ്വൽ. സോ അതാണ് ഇതിന്റെ ഓക്കെ സെലക്ടേഴ്സ്, എലമെന്റ്, മെത്തേഡ്. നമ്മൾ ആദ്യത്തെ സെലക്ടർ കവർ ചെയ്തിരിക്കുകയാണ് ഗൂസ്. അടുത്തത് അത് അവിടെ നിൽക്കട്ടെ. ക്വറി സെലക്ടറിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കളക്ഷൻസും നോഡ് കളക്ഷൻസ് ഉള്ളതിലോട്ട് വരാം. തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ടെക്സ്റ്റ് കണ്ടന്റ്, ഇന്നർ ടെക്സ്റ്റ്, ഇന്നർ HTML, ഇവന്മാരുടെ മൂന്നും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇത് ലൈക്ക് ടെക്സ്റ്റ് കണ്ടന്റ് എന്താണ്? നമ്മൾ നേരത്തെ ഡോം ഒബ്ജക്ട് ലൈക്ക് ഡോം മോഡൽ ഡയഗ്രാം വരച്ചപ്പോ ഈ ടെക്സ്റ്റ് ഒരു ടാഗിനകത്തുള്ള ടെക്സ്റ്റിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നതും. ഇന്നർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു HTML എലമെന്റിന് അകത്തുള്ള ഒരു ടെക്സ്റ്റാണ് ഇന്നർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇന്നർ HTML പറഞ്ഞാൽ അത് ഇന്നർ ടെക്സ്റ്റ് അല്ല, ഇന്നർ HTML ആണ്. ഇത് മൂന്നുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ലൈക്ക് ഇവന്മാര് മൂന്നാണെന്ന് പറയത്തില്ല. അതിന് കുറച്ച് 1-2 മൈനർ ചേഞ്ച് ചെയ്തുള്ളൂ. അതും ലൈക്ക് ചില യൂസ് കേസിൽ മാത്രമേ ആ സാധനം റിഫ്ലക്ട് ആകത്തുള്ളൂ. അത് അറിഞ്ഞുകൂടാതെ ഇട്ടാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ വിചാരിക്കാത്തരത്ത് ആ കേസ് കയറി വന്നാൽ ഫുള്ള് പൊട്ടും. സോ നമ്മൾ അതിലോട്ട് ചാടുകയാണ്. ലെറ്റ് മീ ഡ്രിങ്ക് സം വാട്ടർ. യെസ്. So, what is text content, inner text, inner HTML? യെസ്, നമുക്കപ്പോൾ അതെന്താന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടെ റീലോഡ് ചെയ്യാണ് ബോയ്സ്. സോ ഇതിനകത്തപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളവർ എനിക്ക് ഒരു H1 ഉണ്ട്, ഒരു P tag ഉണ്ട്. H1 വെൽക്കം ബാക്ക് ഉണ്ട്. അപ്പോൾ H1 കണ്ടന്റ് ടെക്സ്റ്റ് കണ്ടന്റ് ആരായിരിക്കും? വെൽക്കം ബാക്ക് തന്നെ ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ P tag ഉണ്ട്. ഈ P tagനകത്ത് നമുക്ക് എക്സ്പ്ലനേഷൻ പർപ്പസിനാണ് ഞാനൊരു സ്പാൻ ടാഗ് കൂടെ ആഡ് ചെയ്യാണ്. സ്പാൻ ടാഗ്. ഓക്കെ, യെസ്. ഇതെന്ന് പറയുന്നത് സ്പാൻ ടാഗ് ആണ്. ഇതെന്ന് പറയുന്നത് എന്റെ P tag ആണ്. അതെന്ന് പറയുന്നത് എന്റെ H1 ആണ്. സോ നമുക്കപ്പോൾ അടുത്ത് നോക്കാനുള്ളത് ആരാണ്? ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. അപ്പൊ എനിക്കപ്പോൾ ആദ്യം നമുക്ക് H1 തന്നെ നോക്കാം. ഞാനത് ടൈപ്പ് ചെയ്തുകൊണ്ട് മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. സോ ഞാൻ നേരത്തെ പോലെ തന്നെ വീണ്ടും റെഫറൻസ് എടുത്തു. അടുത്ത ചെയ്യേണ്ടത് എനിക്ക് എന്റെ H1 ടെക്സ്റ്റിന് ഇവിടെ പ്രിന്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഇപ്പൊ H1 വിളിച്ച എന്താ വരുന്നത്? എനിക്കപ്പോൾ ആ ഫുൾ HTML വരും. എനിക്ക് ആ ഫുൾ HTML ആവശ്യമില്ല. എനിക്ക് ആ HTML ടെക്സ്റ്റ് മാത്രം മതി. സോ നമുക്ക് H1 ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. അല്ലെങ്കിൽ H1 ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. അല്ലെങ്കിൽ H1 ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അല്ല ഇന്നർ HTML ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. ഇവന്മാരെ മൂന്നും കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇന്നർ ടെക്സ്റ്റിനകത്ത് ഒരേ സാധനം, ഇന്നർ കണ്ടന്റിനകത്ത് ഒരേ സാധനം, ഇന്നർ HTML ഒരേ സാധനം. അതാണ് പറഞ്ഞത്. ചില യൂസ് കേസിൽ മാത്രമേ ഇവന്മാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത യൂസ് കേസിലല്ല ഇവരെ കണ്ട ഒരേപോലെ ഇരിക്കും. ഓക്കെ, സോ ആ ഒരു സാധനം നമുക്ക് എന്തുകൊണ്ടാണ് എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പം ലൈക്ക് ആ ഒരു ഡിഫറൻസ് ഇന്നർ HTML കുഡ് ബി ഡിഫറൻഷിയേറ്റഡ് ഈസിലി. അതിനകത്ത് ടെക്സ്റ്റ് മാത്രമല്ല HTML കയറി വരും. നമുക്കപ്പോൾ ആദ്യം ഇന്നർ ടെക്സ്റ്റ് വേഴ്സസ് ടെക്സ്റ്റ് കണ്ടന്റ് നോക്കാം. സോ ഇതൊന്ന് ക്ലിയർ ആക്കുന്നു ഞാൻ വീണ്ടും. ഇന്നർ ടെക്സ്റ്റ് വേഴ്സസ് ഇന്നർ ടെക്സ്റ്റ് കണ്ടന്റ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ഇന്നത്തെ നോക്കാൻ പോകുന്ന സാധനം. സോ നമുക്കപ്പോ അതിന് വീണ്ടും H1 ടാഗ് വേണം. നമുക്കിപ്പോ P tag എടുക്കാം. ഓക്കെ, P tag എടുത്തു ഞാൻ. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ്, നമുക്കിപ്പോ ഗെറ്റ് എലമെന്റ് ബൈ ID. അതിനകത്ത് എന്റെ ഐഡിയുടെ പേര് ഐഡിയുടെ പേര് എന്തായിരുന്നു? കണ്ടന്റ്. ഓക്കെ, ഇനി നമുക്ക് P ഡോട്ട് ഇന്നർ ടെക്സ്റ്റും, ഓക്കെ ഇന്നർ HTML അല്ല ഇന്നർ ടെക്സ്റ്റും P ഡോട്ട് ഇന്നർ കണ്ടന്റ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഇന്നർ കണ്ടന്റ് അല്ലല്ലോ, ടെക്സ്റ്റ് കണ്ടന്റ്. യെസ്, എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ബോയ്സ്? എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ?
എന്തോ ഒരു വ്യത്യാസം തോന്നുന്നില്ല. ഇവിടെ ഒരു ന്യൂ ലൈനിന്റെ സാധനം കയറി വന്നിട്ടുണ്ട്. അതാ ടാഗ് ഇട്ടതാണ്. ഓക്കെ, നമുക്കപ്പോ ആ ന്യൂ ലൈൻ വരാതിരിക്കാൻ വേണ്ടി എന്ത്, ആ ന്യൂ ലൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഫോർ ദ സെക് നമുക്ക് തൽക്കാലം ഇങ്ങനെ ഇട്ട് നോക്കാം. ന്യൂ ലൈൻ വരുമോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. ഒന്നുകൂടെ റീലോഡ് ചെയ്തിട്ട് നോക്കാം. ഇതാ അപ്പൊ ഒരു ആദ്യത്തെ ഡിഫറൻസിയേഷൻ കണ്ടല്ലോ. ന്യൂ ലൈൻ ഉണ്ടെങ്കിൽ ഇന്നർ ടെക്സ്റ്റ് ന്യൂ ലൈൻ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഇതെന്ന് പറയുന്ന ഒരു ബാക്ക് സ്ലാഷ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ന്യൂ ലൈൻ അഥവാ നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോ ആ ഒരു സാധനം ഇവിടെ ഇപ്പൊ നേരത്തെ 2 ന്യൂ ലൈൻ ഉണ്ടായിരുന്നു വെച്ചാൽ എൻട്രി കൊടുക്കുന്നതാണ് ഒരു ന്യൂ ലൈൻ എന്ന് പറയുന്നത്. ഞാനിപ്പോ ന്യൂ ലൈൻ ഇല്ലാതെ ഇത് മൊത്തം ഒറ്റ ലൈനിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റെൻഡർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റീലോഡ് ചെയ്തിട്ട് നോക്കി നോക്കാം. പി നോട്ട് ഡിഫൈൻഡ്. ഇപ്പൊ കണ്ടോ, ടെക്സ്റ്റ് കണ്ടന്റും ഇന്നർ ടെക്സ്റ്റും ഇപ്പൊ രണ്ടും ഒന്നാണ്. നേരത്തെ കേസിൽ എന്തായിരുന്നു, നേരത്തെ ഞാനപ്പോ അവിടെ ഒരു ന്യൂ ലൈൻ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഇങ്ങനത്തെ സിന്റാക്സിലല്ലായിരുന്നു, ഇങ്ങനെയാണ് കിടന്നത്. ഇങ്ങനെയല്ല, വേറെ എങ്ങനെയാണ് കിടന്നത്. ഇങ്ങനെയല്ല, വേറെ എങ്ങനെയാണ് കിടന്നത്. ഇതെന്താടാ ഇത്? നേരത്തെ കേസിൽ ഇങ്ങനെയൊന്നല്ല, വേറെ എങ്ങനെയാണ് കിടന്നത്. അതിന്റെ ഇടയിൽ ഓരോ ലൈൻ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് എല്ലാം ഒറ്റ ലൈനിലല്ലായിരുന്നു. അപ്പോ എന്ത് പറ്റി, ഇവിടുത്തെ കേസിനകത്ത് ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്തപ്പോ ആ ന്യൂ ലൈനിനെയും അതിന്റെ ഇടയിലുള്ള സ്പേസിനെയും കൂടെ റെക്കഗ്നൈസ് ചെയ്തു. ഇന്നർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്പേസിനെ റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ടെക്സ്റ്റ് കണ്ടന്റ് വേഴ്സസ് ഇന്നർ ടെക്സ്റ്റിനകത്ത് ടെക്സ്റ്റ് കണ്ടന്റ് ആണെങ്കിൽ ന്യൂ ലൈനിനെ റെക്കഗ്നൈസ് ചെയ്യും. അടുത്തൊരു ഡിഫറൻസ്, ഇതിനകത്ത് ഞാൻ ഈ സ്പാൻ ടാഗിനെ ഇതൊരു വൃത്തിയില്ല കാണാൻ. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ ഈ സ്പാൻ ടാഗിനെ ഒരു സ്റ്റൈല് കൊടുക്കുന്നു. സ്റ്റൈലിനകത്ത് ഞാൻ ഡിസ്പ്ലേ നൺ ഇടുന്നു. ഡിസ്പ്ലേ നണ്ണിട്ടുള്ള കാര്യം എന്താ, അതെന്ന് പറയുന്നത് എന്റെ ഡിസ്പ്ലേയിൽ വരത്തില്ല. ഓക്കെ, യുഐയിൽ റെൻഡർ ആവത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയുന്നത് ലോവർ മിപ്സം മാത്രമേ വന്നിട്ടുള്ളൂ. സ്പാൻ ടാഗ് വിൽ നോട്ട് ഷോ അപ്പ്. സോ ഇനി നമുക്ക് പി ടാഗ് ഞാൻ വീണ്ടും വിളിക്കുന്നു, പി ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇന്നർ ടെക്സ്റ്റ്. യെസ്, എന്താണ് സംഭവിച്ചത്, എന്റെ ഇവിടുത്തെ സ്പാൻ ടാഗിന്റെ കണ്ടന്റ് കാണാനില്ല. ഞാൻ യുഐയിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് വന്നത്. ഇനി നമുക്ക് പി ടാഗ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്ത് നോക്കാം. എന്താണ് വന്നത്, ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ലൈൻ ഉള്ളതുകൊണ്ട് ന്യൂ ലൈൻ വന്നു. അത് കൂടാതെ ഞാൻ യുഐയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞ സ്പാൻ ടാഗും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കാം, ഇന്നർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ യുഐയിൽ എന്താണോ കാണുന്നത് ആ സാധനം എടുത്തു തരും. ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് യുഐയിൽ കാണുന്ന തന്നെയാണ് എടുത്തു തരുന്നത്. പക്ഷെ അതിന് കുറച്ചുകൂടെ കോഡുമായിട്ട് കുറച്ചുകൂടെ ബന്ധമുണ്ടാകും. കാരണം ഇവിടെ ന്യൂ ലൈൻ വന്നാൽ അത് എടുക്കും, സ്പാൻ ടാഗിനകത്ത് സ്റ്റൈൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കത്തില്ല. അപ്പൊ അത് കുറച്ചുകൂടെ കോഡ് റെഫറൻസ് ചെയ്തിട്ടാണ് അതിന്റെ വർക്ക് ആവുന്നത്. സോ ഇത് രണ്ടുമാണ് മെയിൻ ഡിഫറൻസ്. കൈൻഡ്ലി ഒറ്റ ഡിഫറൻസേ ഉള്ളൂ അറ്റ് ദ കോർ എന്ന് പറയുന്നത്. ഇന്നർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ യുഐയിൽ എന്താണോ കാണുന്നത് അത് എടുത്തു തരും. ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോഡിൽ എന്താണോ കാണുന്നത് അത് എടുത്തു തരും. അതുകൊണ്ടാണ് കോഡിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു സ്പാൻ ടാഗും കോഡിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു നെക്സ്റ്റ് ലൈനും വന്നത്. ഇത് തൊട്ട് ഇന്നർ HTML അതിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ട് വരാൻ സാധ്യതയില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതാക്കുകയാണെങ്കിൽ അത് HTML കൂടെ എടുത്തിട്ട് വരും. ഇന്നർ കണ്ടന്റ് ആണെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് ആണെങ്കിൽ അകത്തുള്ള HTML ടാഗ് എടുക്കത്തില്ല. പക്ഷെ ഇന്നർ HTML ആണെങ്കിൽ അകത്തുള്ള HTML കൂടെ എടുത്തിട്ട് വരും. അതാണ് വ്യത്യാസം. ഇതിന് ആ HTML ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ സ്റ്റൈലിൽ ആ ഒരു സാധനം തന്നെ മൊത്തം കൊണ്ടുവരും. ഓക്കെ, ഐ ഹോപ്പ് ദ ഡിഫറൻസിയേഷൻ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്ന് പറയുന്നത് ക്വറി സെലക്ടർ. നമ്മളിപ്പോ ക്വറി സെലക്ടറിന് മുന്നേ നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. നമ്മളിപ്പോ കണ്ട ഏക ആളെന്ന് വെച്ചാൽ ഗെറ്റ് എലമെന്റ് ബൈ ഗെറ്റ് എലമെന്റ് ബൈ ID. ഞാനിപ്പോ വീണ്ടും എന്റെ ഡോക്യുമെന്റിന്റെ റെഫറൻസ് ഒന്നുകൂടെ എടുത്താണ്. പോസ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് അല്ല, ഞാൻ നേരത്തെ എന്റെ പേര് എന്താ പിള്ളേരെ വെച്ചേ, ഡോക്യുമെന്റ് അല്ല, ഡോക്യുമെന്റ് എനിക്കുണ്ട്. ഞാനിപ്പോ ചെയ്യാൻ പോയതെന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ സാധനത്തിന്റെ ഈ H1ന്റെ ഒരു റെഫറൻസ് എടുക്കണം. നേരത്തെ നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ IDക്കകത്ത് H1ന്റെ റെഫറൻസ് എടുത്താണ് കളർ മാറ്റിയ. അതിന് പകരം എനിക്കിപ്പോ ക്ലാസ് നെയിം വെച്ച് റെഫറൻസ് ചെയ്യണം. എങ്ങനെ, എനിക്കിപ്പോ ഇതിനകത്ത് ID ഇല്ലെന്ന് കരുതിക്കോ, ID എനിക്ക് ഇതിനകത്തില്ല. അപ്പൊ എനിക്ക് ക്ലാസ് നെയിം വെച്ച് റെഫറൻസ് ചെയ്യണം. ഓക്കെ, ആ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ് നെയിം വെച്ച് എനിക്ക് എപ്പോ എടുക്കണം. സോ കോൺസ്റ്റ് H1 ഈക്വൽ ടു ഇവിടെ. അപ്പൊ എനിക്ക് ID ഇല്ല. ഇപ്പൊ ഇങ്ങനെ കൊടുത്താൽ എന്ത് വരും, ഒന്നും വരില്ല. കാരണം ആ H1ൽ ഇപ്പൊ ID ഇല്ല, ആകപ്പാടുള്ള ഒരു ക്ലാസ് നെയിം പാവം. സോ എനിക്കപ്പോ ക്ലാസ് നെയിം വെച്ച് റെഫറൻസ് ചെയ്യണമെങ്കിൽ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം, അത്ര തന്നെയാണ്. പേര് തന്നെ വെച്ച് തന്നെ കാര്യം മനസ്സിലാവും. സോ ഇനി നമ്മൾ H1 കൊടുക്കുകയാണെങ്കിൽ
ഇപ്പൊ വന്നത് ശ്രദ്ധിച്ചോ? എന്താണ് വന്നത്? HTML കളക്ഷൻ ആണ് വന്നത്. സോ ID വെച്ചെടുക്കുമ്പോ HTML കളക്ഷൻ വന്നില്ല. ID വെച്ചെടുത്തപ്പോ HTML കളക്ഷൻ വന്നില്ല. ക്ലാസ് വെച്ചെടുത്തപ്പോ HTML കളക്ഷൻ ആണ് വന്നത്. എന്തുകൊണ്ട്? ഇതിന് ഞാൻ അന്ന് പറഞ്ഞൊരു ID പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കളക്ഷനെ കണ്ട ആരെങ്കിലും ആയിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? നമ്മുടെ അറേരെ ചെറിയൊരു സാമ്യം ഇല്ലേ ഇവര്? അതേ സ്ക്വയർ ബ്രാക്കറ്റ് ഞാനിപ്പോ ഇവിടെ കോൺസ്റ്റ് മൈ അറേ ഇതേ സെയിം അറേ തന്നെയല്ലേ ഇത്? അപ്പൊ ഇതും അറയാണോ? അറയാണോ? ഞാനപ്പോ ഇതിനകത്ത് ഒരു എലമെന്റ് കൂടി ഇടാം, ഒരു H1 കൂടി ഇടുകയാണേ. ഇനി നമുക്കൊന്ന് ഇതിന്റെ റെഫറൻസ് നോക്കാം. കളക്ഷന്റെ എണ്ണം കൂടി ഇവിടെ ഇപ്പൊ 2 അറയ്ക്കകത്തുള്ള പോലെ തന്നെ അവിടെയും കോമ ഇവിടെയും കോമ. അപ്പൊ ഇത് രണ്ടും അറയാണോ? അതൊരു കോമൺ ചോദ്യമാണ്. നമ്മളിപ്പോ വഴി തെറ്റി പോകുന്നില്ല. ഞാനിപ്പോ പറഞ്ഞത് യെസ് അറയല്ല. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം ആണ്. ക്ലാസ് നെയിം വിളിച്ചാൽ ഇവിടെ അറേ, അതിന് ഇപ്പൊ അറിയാമെന്ന് തന്നെ കരുതിക്കോ. ക്ലാസ് നെയിം വിളിച്ചാൽ ഇവിടെ അറേ പോലത്തെ ഒരു സാധനം വന്നു. പക്ഷെ ഞാൻ ഗെറ്റ് എലമെന്റ് ബൈ ID വിളിച്ചായിരുന്നു. നേരത്തെ ആർക്ക് പീറ്റായി ഞാൻ ഗെറ്റ് എലമെന്റ് ബൈ ID വിളിച്ചപ്പോ അവിടെ എനിക്ക് ടാഗ് അതേപോലെ വന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്കൊരു കൈൻഡ് ഓഫ് ഒരു അറേ പോലെയാണ് വന്നത്. ഇത് ഞാൻ അന്ന് ID പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു, ID എന്ന് പറഞ്ഞാൽ HTML-നകത്ത് ശരിക്കും ഒരു തവണ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ത്രൂ ഔട്ട് ദ കോഡ് ബേസ് അല്ല, ത്രൂ ഔട്ട് ദ ഫയൽ ഒരു ID ഇടാൻ പാടുള്ളൂ. ഐ മീൻ ഒരു ID എന്നല്ല, ഒരു IDക്ക് അകത്തുള്ള ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വേറൊരിടത്ത് ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ ലൈക്ക് ടെക്നിക്കലി സ്പീക്കിംഗ് ഇവിടെ ഇങ്ങനെ ഇടാൻ പാടില്ല. കാരണം അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ID കൊടുത്തു, ഞാൻ ഇനിയിപ്പോ ഞാൻ വീണ്ടും P എന്ന് വിചാരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കാം. അവിടെ ആരാ വന്നതെന്ന് കണ്ടോ? ആരാണ് വന്നത്? അവിടെ ഹെഡിങ് ആണ് വന്നത്. എനിക്ക് പക്ഷെ എന്റെ HTML-നകത്ത് 2 കണ്ടന്റ് ഉണ്ട്, പക്ഷെ എനിക്കിവിടെ ഒരാളെ റിട്ടേൺ ചെയ്തോളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞത് അവിടെ ആയിട്ട് കണക്ട് ചെയ്യാം. എന്താണ് ID എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒരു HTML ഫയലിനകത്ത് യൂണീക്ക് ആയിരിക്കണം. കാരണം ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ഒരു സാധനത്തിനെ മാത്രമേ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഇറ്റ് ഡോസിൻ റിട്ടേൺ ആൻ അറേ എന്ന് വെച്ചാൽ അത് ആദ്യം കാണുന്ന ഒരൊറ്റ എലമെന്റ് റിട്ടേൺ ചെയ്യത്തുള്ളൂ. അപ്പൊ മൾട്ടിപ്പിൾ IDs വിത്ത് ദ സെയിം വാല്യൂ ഉണ്ടെങ്കിൽ അതിന് എനിക്ക് സെലക്ട് ചെയ്യുന്നതിൽ നല്ല പണി കിട്ടും. പക്ഷേ ക്ലാസ് നെയിമിന്റെ കേസ് അതല്ല. ക്ലാസ് നെയിമിനകത്ത് ഞാൻ ഗെറ്റ് എലമെന്റ് ക്ലാസ് നെയിം ആണ് കൊടുക്കുക. ഇവിടെ തന്നെ ഉണ്ട് ഗെറ്റ് എലമെന്റ്സ് അല്ല. എന്ത് എലമെന്റ്സ് അല്ല, എലമെന്റ് ആണ്. അപ്പൊ ഐഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ കണ്ടോ, ഗെറ്റ് എലമെന്റ്സ് എന്നാണുള്ളത്. എന്ത് എലമെന്റ്സ് എന്നാണുള്ളത്. അപ്പോൾ ഒരു ക്ലാസ് നെയിം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഉണ്ടാവാം. അതേ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ അറേ പോലത്തെ ഒരു സാധനം വന്നത്. അറേ വന്ന് എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ സാധനങ്ങളുള്ളതുകൊണ്ട് അതിനെ എനിക്ക് ഒരുമിച്ചായിക്കൊണ്ട് ഒരു അറേ വേണം. സോ അതാണ് ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം. ബാക്കിയെല്ലാം സിമിലർ തന്നെയാണ്. എനിക്ക് h1 സ്റ്റൈൽ കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്താൽ മാറത്തില്ല, എറർ കിട്ടും. എന്തുകൊണ്ട്? ഞാനിപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞ H1 എന്ന് ഓർത്താൽ അവിടെ ഒരു സാധനം ഉണ്ട്. അല്ല, H1 ഡിഫൈൻഡ് അല്ലേ? ഒരു മിനിറ്റ്. H1 ഞാനിപ്പോ ഡിഫൈൻ ചെയ്ത് അതിനെ വിളിച്ച് അതിനകത്ത് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, HTML കളക്ഷൻ. ഞാനിപ്പോ h1 സ്റ്റൈൽ കളർ ഈക്വൽ ടു റെഡ് കൊടുത്താൽ എറർ അടിക്കും. സെറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിഫൈൻഡ് സെറ്റിംഗ് കളർ. ഇത് വച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ പി ടാഗിന്റെ കേസിൽ നമുക്കിനി പി ടാഗിനെ കൂടെ നോക്കി. ഇവിടെ പീര് ഒബ്ജക്റ്റ് ഉണ്ടോടാ? ഇല്ല. ഞാനപ്പോ പി ടാഗിന്റെ റെഫറൻസ് വെച്ച സാധനം ഗെറ്റ് ചെയ്ത് p.color. അല്ല, p.style p.style.color ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്താൽ അവിടെ വർക്കായി. പക്ഷെ h1 വർക്കായി. എന്തുകൊണ്ടെന്ന് പറയാമോ? പിക്ക് വർക്കായി. അതേ സെയിം സാധനം തന്നെയാണ് ഞാൻ ഇവിടെ h1 നോക്കിയത്. ഞാൻ റെഫറൻസ് എടുത്തു, പ്രിന്റ് ചെയ്ത് നോക്കി, സാധനം ഉണ്ട്. ഞാൻ സ്റ്റൈൽ മാറ്റാൻ നോക്കി, എറർ അടിച്ച്. ഇവിടെ ഞാൻ റെഫറൻസ് എടുത്തു, പ്രിന്റ് ചെയ്ത് നോക്കി, സാധനം ഉണ്ട്, അത് നോക്കിയപ്പോഴത്തേക്ക് റെഡായി, കളർ മാറി. പക്ഷെ എനിക്ക് അപ്പുറത്ത് h1 മാറിയില്ല. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു എലമെന്റ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ റെഫറൻസ് ചെയ്താൽ കിട്ടും. അത് ഒറ്റ ഒരാളാണ്, എനിക്ക് അറയൊന്നും ഇടണ്ട. പക്ഷെ അറേയുടെ കേസിൽ നമ്മൾ പറഞ്ഞ എന്താണ്, അറയ്ക്കകത്ത് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ h1 എന്ന് പറയുന്നത് തന്നെ ഒന്നാവണമെന്നില്ല, രണ്ടാമത് എത്ര ആളാവും. അപ്പൊ നമ്മൾ എത്രാമത്തെ ആളിനെയാണ് വിളിക്കുന്നതെന്നുള്ളതും കൂടെ ഇൻഡെക്സിനകത്ത് പറയണം. കണ്ടോ? ഞാനപ്പോ ഈ കുറച്ച് ക്ലിയർ ചെയ്യും. ഇവിടെ അത്യാവശ്യം വൃത്തികേടായി. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ഇവിടെ കോൺസ്റ്റ് വീണ്ടും h1 കൊടുക്കുകയാണെങ്കിൽ ക്ലാസ് നെയിം വെച്ച് വിളിച്ചാൽ അതിനകത്ത്
ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. കണ്ട, അപ്പൊ വെറുതെ വിളിച്ച ഈ സാധനത്തിന് എനിക്ക് കിട്ടുന്ന എത്രാമത്തെ H1 എന്ന് ഞാൻ എടുത്തു പറയണം. അപ്പൊ ഇതിനകത്ത് 2 H1 ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം വിളിച്ചെന്ന് എഴുതിക്കോ. കോൺസ്റ്റ് H1 ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ്സ് ബൈ ക്ലാസ് നെയിം വിളിച്ചാൽ H1 എനിക്ക് 2 ആൾക്കാരെ കിട്ടും. ഞാനപ്പോ കളർ മാറ്റുമ്പോഴത്തേക്ക് ആരുടെ കളറാണ് മാറ്റുന്നത് എന്ന് കൂടി പറയണം. ഓക്കെ, കണ്ട, രണ്ടാമത്തെ ആളായി. സോ അതാണ് അതിന്റെ കേസ്. കമ്മിങ് ടു ദ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ കവർ ചെയ്ത ആരാണ്? നമ്മൾ ആരെയും കവർ ചെയ്തില്ല. ക്വറി സെലക്ടറിനകത്തോട്ട് കയറിയില്ല. അതിന് മുമ്പ് നമ്മൾ ക്ലാസ് നെയിം നോക്കാൻ പോയി. സോ അടുത്ത കാര്യം, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഈ സാധനം അറയാണോ അല്ലയോ? ഇർഷാദ് പറഞ്ഞു അറയാണെന്ന്. പക്ഷെ അത് ശരിക്കും അറയല്ല. അത് പറയാൻ കാരണം ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടോ? ഇതിനകത്ത് ആപ്പടെ ഇത്ര ഫങ്ഷൻസേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ടെക്നിക്കലി ഞാനിപ്പോ ഇവിടെ അറേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കോൺസ്റ്റ് മൈ അറേ, ഇതാ ഇതൊരു അറേ. ഇനി ഞാൻ ഈ അറേ പ്രിന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ അറേയുടെ പ്രോട്ടോടൈപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തോരം ഫങ്ഷനാണുള്ളത്. അപ്പൊ ഇതൊരു അറേ ആണെങ്കിൽ ഇതിന് അത്രയും ഫങ്ഷൻസ് കിട്ടണ്ടേ? അത് അതല്ലേ ന്യായം അല്ലേ സാറേ? അത് കിട്ടണ്ടേ? പക്ഷെ അതവിടെ കിട്ടിയില്ല. അപ്പൊ ഇതിനെ നമുക്ക് അറേന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ അറേ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാം? നമ്മുടെ അറേക്കകത്ത് അറേ ഡോട്ട് ഫ്രം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറേ ഡോട്ട് ഫ്രം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ അറേ H1 എന്ന് കൊടുത്താൽ ഈ അറേ H1 എന്ന് പറയുന്നത് ഒരു അറേ ആയിരിക്കും. കണ്ട, അതിന്റെ പ്രോട്ടോടൈപ്പിനകത്ത് എല്ലാ സാധനവും കിട്ടും. സ്പീക്കിംഗ്, ഈ HTML കളക്ഷൻ എന്ന് പറയുന്ന ഒരു അറേ അല്ല. അതിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐറ്റം നോക്കണ്ട, വളരെ ഒരു നെയിംഡ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ യൂസബിൾ ആയിട്ട്. പക്ഷെ നമ്മുടെ ടിപ്പിക്കൽ അറേക്കകത്ത് കുറെ അധികം സാധനം കിട്ടും. നമുക്ക് അതിനെ അറേ ആക്കാൻ പറ്റും. അതെങ്ങനെ? അറേ ഡോട്ട് ഫ്രം H1. സോ അതായിട്ടുണ്ട്. അതാണ് HTML കളക്ഷൻ എന്ന് പറയുന്നത്. യെസ്. സോ അടുത്തത് നമുക്ക് നോഡ് കളക്ഷൻ എത്തിയില്ല. അത് നമ്മൾ ഇന്ന് കാണുമായിരിക്കും. കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. HTML കളക്ഷൻ എന്താണെന്നുള്ളത് തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്ത നമുക്ക് പോകാനുള്ളത് ക്വറി സെലക്ടർ. ആര്? ക്വറി സെലക്ടർ. വീണ്ടും കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്. ഓക്കെ, സോ നമ്മളപ്പോ അടുത്തത് നോക്കാൻ പോകുന്നത് ഗൈസ്, ദാറ്റ് ഈസ് കോൾഡ് ക്വറി സെലക്ടർ. ഓക്കെ, അടുത്തത് ഞാനപ്പോ ഇത് എക്സാമ്പിൾ തന്നെ മതിയായിരിക്കും. സോ കോൺസ്റ്റ് QH1, ക്വറി H1 ആയതുകൊണ്ട് ഓക്കെ, ക്വറി H1 ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് അല്ല, ക്വറി സെലക്ടർ. ക്വറി സെലക്ടറിനകത്ത് എന്ത് കൊടുക്കാം? ക്വറി സെലക്ടറിനകത്ത് എനിക്ക് എന്തുവാണോ കൊടുക്കാം. എനിക്ക് ടാഗിന്റെ പേര് കൊടുക്കാം, ക്ലാസ് നെയിം കൊടുക്കാം, ID കൊടുക്കാം. ഇത് ക്വറി ആയതുകൊണ്ട് തന്നെ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഗെറ്റ് എലമെന്റ് ബൈ ID അല്ലെങ്കിൽ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം, അങ്ങനെ ആ സ്പെസിഫിക്കലിയിലേക്ക് ആ ഒരു സാധനം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് ആ ഒരു സാധനത്തിനകത്ത് കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ കേസിൽ ക്വറി സെലക്ടർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ജനറലൈസ്ഡ് ടേം ആണ്. ഈ ക്വറി എന്ന് പറയുന്നത് എന്ത് വേണോ ഇവിടെ ഓക്കെ, അത് ക്ലോസ് ആയി. അത് പോയി. ഓക്കെ, സോ കോൺസ്റ്റ് QH1 എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ. ഓക്കെ, QRT അല്ല, QUERY. ഓക്കെ, ക്വറി സെലക്ടറിനകത്ത് എന്തുവാണോ പറഞ്ഞത്. ഞാനപ്പോ ഇപ്പൊ H1 കൊടുക്കുകയാണെങ്കിൽ H1 is not defined, അത് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ്. ഇനി ഞാൻ QH1 വിളിക്കുകയാണെങ്കിൽ അതല്ല, QH1 ആണ്. കണ്ട എന്താണ് വന്നത്? എന്റെ HTML-നകത്തുള്ള ആദ്യത്തെ H1 ടാഗാണ് ക്വറി സെലക്ടർ പിടിച്ചോണ്ടത്. പക്ഷെ എന്റെ HTML-നകത്ത് 2 H1 ടാഗില്ല. അപ്പൊ എനിക്ക് 2 എണ്ണത്തിനെ ക്വറി സെലക്ടർ വെച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ ക്ലാസ് നെയിം വിളിക്കുമ്പോഴായിരുന്നെങ്കിൽ എനിക്ക് 2 സാധനത്തിന് ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം കിട്ടുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഒന്നല്ലേ വരുന്നുള്ളൂ. അപ്പൊ 2 എണ്ണത്തിന് 2 അതിൽ കൂടുതലുള്ളെങ്കിൽ എന്ത് ചെയ്യും? സോ അന്ത കേസിലാണ് നമുക്കിവിടെ ക്വറി സെലക്ടർ റോൾ വരുന്നത്. ഇനി ഞാൻ QH1 നോക്കി ആര് വരും? കണ്ട, ഇവിടെ നോഡ് ലിസ്റ്റ് പുതിയൊരു പുള്ളി വന്നിട്ടുണ്ട്. ആ നോഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ കൂടെ തന്നെ എനിക്ക് ആര് വന്നു? ക്വറി സെലക്ടർ റോൾ കൊടുത്തപ്പോ H1 വെച്ച് തുടങ്ങുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ചോണ്ട് വന്നു. ഓക്കെ,
H1H തുടങ്ങുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ചോണ്ട് വന്നു. ക്വറി സെറ്റർ ആണെങ്കിൽ H1H തുടങ്ങുന്ന ഒരുത്തിനെ പിടിച്ചോണ്ടിരുത്തുള്ളൂ. ഒരുത്തിനെന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾ ആരാണോ അയാൾ. സോ അതാണ് ക്വറി സെലക്ടർ. പിന്നെ നമുക്ക് ക്വറി സെലക്ടറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ID ഉപയോഗിക്കാം, ക്ലാസ് നെയിം ഉപയോഗിക്കാം. ID ആണ് ഉപയോഗിക്കുന്നത് കരുതിക്കോ. എനിക്കിപ്പോ ഈ ഒരു പി ടാഗിന്റെ റെഫറൻസ് എടുക്കണം, അതും ID വെച്ചാണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ #ടാഗ് ഇട്ടിട്ട് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ എനിക്ക് QH1 ആരെ കിട്ടത്തുള്ളൂ, നോഡ് ലിസ്റ്റിനകത്ത് ആ പി ടാഗിനെ കിട്ടത്തുള്ളൂ. ഞാനപ്പോ ഈ ഹാഷ് ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ആ നോഡ് ലിസ്റ്റ് empty ആയിരിക്കും. ഓക്കെ, സെയിം ഗോസ് ഫോർ ക്ലാസ് നെയിമിനും. നമുക്കിപ്പോ HTML-നകത്ത് നമ്മൾ CSS-നകത്ത് ക്ലാസ് എങ്ങനെയാണോ ഗെറ്റ് ചെയ്തത്, ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ക്ലാസ് ഗെറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ ഹെഡിങ്ങിനെ ക്ലാസ് വെച്ച് ഗെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ എന്ത് വരും, ഒന്നും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഡോട്ട് ഇടാൻ ശ്രദ്ധിക്കുക. കണ്ടോ യാ. സോ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ക്വറി സെലക്ടറും ക്വറി സെലക്ടറും തമ്മിലുള്ള സാധനങ്ങൾ മനസ്സിലാകുന്നതായിരിക്കുന്നു. എടാ പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ക്വറി സെലക്ടറിനകത്ത് നമ്മൾ HTML-നകത്ത് ഇട്ട സെലക്ടർ എല്ലാം ഇടാം. എനിക്ക് വേണമെങ്കിൽ HTML-നകത്ത് ആട്രിബ്യൂട്ട് ഒക്കെ വെച്ച് നമ്മൾ സെലക്ടേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആട്രിബ്യൂട്ട് സെലക്ടേഴ്സ്. ഈ സാധനം എല്ലാം ക്വറി സെലക്ടർ എടുക്കും. എനിക്ക് ഒരു ആട്രിബ്യൂട്ടിനെ അതിന്റെ ഈ ഒരു സാധനം വരെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരെ കൊണ്ടിടാം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കൊണ്ടിടാം. ഉണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും കൊണ്ടിട്ടൊരു സാധനം എടുക്കാം. LAക്കകത്ത് ക്ലാസ് എന്ന് പറയുന്നത് ആ ഒരു സാധനം. ഇതിനകത്തപ്പോ റെഡ് കളർ വരുന്ന ഏതാ, ഇങ്ങനെ വേണമെങ്കിലും കൊണ്ടെടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം സെലക്ട് ആയി വരും. സോ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ CSS-നകത്ത് എന്തൊക്കെ സെലക്ടർ പഠിച്ചോ അതെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതിനകത്ത് ഞാൻ ഇൻഡെപ്ത് പോകുന്നില്ല. അതിൽ കുറച്ചധികം സാധനമുണ്ട്, പക്ഷെ അത് വർക്കാവും. അതിൽ വർക്കായാലും ജസ്റ്റ് തന്നെ പിങ് ചെയ്താൽ മതി, വി കുഡ് ഫിക്സ് ഇറ്റ്. അതെന്തായാലും വർക്കാവും. എനിക്കപ്പോ ഇതിനകത്ത് href ഉള്ള ഒരു സാധനത്തിനെ മാത്രം എടുക്കണമെന്നാണെങ്കിൽ അതും ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്വറി സെലക്ടർ എന്താണെന്ന് ക്ലിയർ ആയോ? ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ CS സെലക്ടർ എല്ലാം അതിനകത്ത് വർക്കാവും. സോ യാ, അടുത്തതാണ് പോലുള്ളവരെ നോഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. എന്താണ് ഇവിടെ ഡോട്ട്? ഓക്കെ, അടുത്തതാണ് മക്കളെ നോഡ് ലിസ്റ്റ്. എന്ന് പറയുന്നത് അറിയാണോ? ഇതെന്ന് പറയുന്നത് അറിയാണോ? പറയൂ, അറിയാണോ? അറിയാല്ല. കാരണം ഇതിനകത്തും എല്ലാം ഒന്നുമില്ല. ആകെപ്പാടെ ഒരു 4 each ഉണ്ട്, ഒരു എൻട്രി ഉണ്ട്. നേരത്തെ കുറച്ച് സാധനങ്ങൾ കൂടുതലുണ്ട്, പക്ഷെ ഇതുവരെ അറിയാല്ല. ഇതിനെ അറിയാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ അറിയാൻ വേണ്ടി ശ്രമം. സോ നമുക്ക് നോഡ് ലിസ്റ്റിനെ വേണേൽ അറിയാക്കാൻ പറ്റും. കോൺസ്റ്റ് നോഡ് അറിയാവുന്ന എന്തെങ്കിലും പേര് എന്തെങ്കിലും കൊടുത്തിട്ട് ഫ്രം QH1 കൊടുത്താൽ ആരെ കിട്ടും? നോഡ് അറേക്കകത്ത് എനിക്ക് അറേ കിട്ടും. ഇതെന്ന് പറയുന്നത് പക്ക അറേയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോഡ് ലിസ്റ്റിനകത്തുള്ള 4 each ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ. അത് എന്തായാലും കിടക്കല്ലേ, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വർക്ക് ആവുന്നുണ്ടായി നോക്കാം. ഓക്കെ, ഞാൻ QH1 എടുത്തു. QH1-നകത്ത് ഇനി ഒന്ന് QH1 ലോഗ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 2 നോഡ് ഉണ്ട്. ആ 2 നോഡിനകത്ത് ഒരു 4 each കിടപ്പുണ്ട്. നമുക്ക് 4 each എന്താ നോക്കാം. സോ QH1 ഡോട്ട് 4 each ബ്രാക്കറ്റിനകത്ത് ആരാണ് പോകുന്നത്? കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. കോൾ ബാക്ക് ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ ഞാനപ്പോലെ ആരോ ഫംഗ്ഷൻ ഇട്ട് നമുക്ക് അത് വെച്ച് ഓരോ എലമെന്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അവിടെ എന്റർ കൊടുത്താൽ കയറി എക്സിക്യൂട്ട് ആവും. ഇവിടെ വന്നിട്ട് Shift+ എന്റർ കൊടുത്താൽ മാത്രമേ അടുത്ത ലൈന് ക്രിയേറ്റ് ആവത്തുള്ളൂ. ബിവെയർ. ഓക്കെ, സോ ഇവിടെ ഞാനപ്പോ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ട ശേഷം അതിനകത്ത് നമുക്ക് ആരെ കൊടുക്കാം? ഐറ്റത്തിനെ കൊടുക്കാം. പക്ഷെ ഐറ്റം എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. കണ്ട, ഇപ്പൊ ഈ നോഡ് ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെന്റിനെയും റെഫറൻസ് കിട്ടി. അപ്പൊ ഐറ്റത്തിന് താരമുള്ള നോഡ് ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെന്റിന്റെയും റെഫറൻസ് ഐറ്റത്തിൽ കിട്ടും. എനിക്കിപ്പോ ഐറ്റത്തിന്റെ കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് സ്റ്റൈൽ ഡോട്ട് കളർ ഈക്വൽ ടു മറിയണ്ട. ഇതുപോലെ എനിക്ക് ഓരോ സാധനങ്ങൾ ആ ഒരു 4 each വെച്ചിട്ട് നോഡ് ലിസ്റ്റ് ആണ് വരുന്നതെങ്കിൽ HTML കളക്ഷനകത്ത് 4 each ഒന്നും ഇല്ല കേട്ടോ. അതിനെ കുറിച്ച് അറിയാക്കണം. സേഫ് എന്ന് പറയുന്നത് അറിയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. കാരണം തിരിച്ചറിയാൻ പറ്റത്തില്ല. ജാവാസ്ക്രിപ്റ്റിനകത്ത് ടൈപ്പ് നമ്മൾ കോഡ് ഇടുന്ന നേരത്തെ മനസ്സിലാവത്തില്ല. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. സ്പെസിഫിക് ആയിട്ട് HTML കളക്ഷൻ നോഡ് ലിസ്റ്റ് എപ്പോഴൊക്കെയാണ് റിട്ടേൺ ചെയ്യുന്നത് അത് അത്ര അറിയാമെങ്കിൽ, ക്വറി സെലക്ടർ എന്തായാലും നോഡ് ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത് അറിയാമെങ്കിൽ മാത്രം
ഫോർ ഇച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സേഫ് എന്ന് പറയുന്നത് അറേ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയാണ്. സോ ഇങ്ങനെ എനിക്ക് ആ നോഡ് ലിസ്റ്റിനകത്ത് വരുന്ന ഓരോ ആൾക്കാരെ ഐറ്ററേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒരു അറേ അല്ല. ഓക്കെ, അതാണ് സംഭവം.